നമസ്തേ. ഡൽഹി മുഖ്യമന്ത്രിയും ആപ്പിൻ്റെ നേതാവുമായ കേജ്രിവാൾ ഇന്ന് ഒരുപറ്റം സ്ത്രീകളോട് സംസാരിക്കവേ അവരെ ഉപദേശിക്കുകയാണ്. മോദി എന്ന പേരുച്ചരിക്കാൻ പാടില്ല. മോദി എന്ന പേരുച്ചരിക്കുന്ന ഭർത്താക്കന്മാർക്ക് അത്താഴം കൊടുക്കരുതെന്ന്. അതായത് മോദി എന്ന പേര് ഭർത്താക്കന്മാരാരും ഉച്ചരിക്കാൻ പാടില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഒരു സാമാന്യ മര്യാദയുള്ള ഒരാൾ ഇത് ഇങ്ങനെ ആരോടെങ്കിലും പറയുമോ? കേജ്രിവാൾ എന്നുള്ള പേര് ഉച്ചരിക്കാൻ പാടില്ലെന്ന് മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ പറയും, മറ്റേതെങ്കിലും വ്യക്തികൾ പറയും, ഒരു സാധാരണക്കാരൻ പറയും. എന്തൊരു സംസ്കാര ശൂന്യതയാണ് ഈ കേജ്രിവാളിന്. ഇദ്ദേഹം IITയിൽ പഠിച്ച ആളാണെന്ന് പറയുമ്പോൾ, അങ്ങനെ കേൾക്കുമ്പോൾ IITയെ കുറിച്ച് ആളുകൾക്ക് പുച്ഛം തോന്നുകയില്ലേ? ഇത്തരം ആളുകളെയാണോ IITകളിൽ നിന്ന് പടച്ചു വിടുന്നതെന്ന്? സംസ്കാര ശൂന്യതയുടെ മൂർത്തിമത് ഭാവമാണ് കേജ്രിവാൾ. ആ സംസ്കാര ശൂന്യതയുടെ ബലത്തിലാണ് അദ്ദേഹം ഇങ്ങനെ മോദിയുടെ പേരുച്ചരിക്കാൻ പാടില്ല എന്നുള്ള തീട്ടൂരം പുറപ്പെടുവിക്കുന്നത്. 1000 രൂപ വെച്ച് എല്ലാ വനിതകൾക്കും, എല്ലാ കുടുംബനാഥകൾക്കും ഡൽഹി സർക്കാർ നൽകുന്നു. അപ്പോൾ അത് നൽകുന്നതിനുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്ന സമയത്താണ് ഈ ഉപദേശം കൂടി നൽകുന്നത്. അതായത് 1000 രൂപ ഞാൻ തരാം, നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഭർത്താക്കന്മാർക്ക് അത്താഴം കൊടുക്കരുത്, അവർ മോദി എന്നുള്ള വാക്ക് ഉച്ചരിച്ചാൽ. ഇതാണ് പറയുന്നത്. കുടുംബകലഹം ഉണ്ടാക്കാൻ അങ്ങനെ ആഹ്വാനം ചെയ്യുകയാണ് കുടുംബകലഹത്തിന്. ഡൽഹിയിലെ സ്ത്രീകൾ ഇത്രയും പാപം പേരേണ്ട കാര്യമുണ്ടോ? ഇദ്ദേഹത്തെ പോലുള്ളവരെ ചൂലിനടിച്ച് പുറത്താക്കേണ്ടതല്ലേ? എങ്ങനെ സംസ്കാര സമ്പന്നരായ ആളുകൾ എങ്ങനെ സഹിക്കുന്നു? അതാണ് എനിക്ക് സംശയം. ഭർത്താക്കന്മാർക്ക് ഭക്ഷണം അത്താഴം കൊടുക്കാൻ പാടില്ലെന്ന് മോദി എന്ന് പേരുച്ചരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. അതും ഈ 1000 രൂപ കൊടുക്കുന്നതിൻ്റെ കൂലിയാണ് അയാൾ ചോദിക്കുന്നത്. 1000 രൂപ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? സ്വന്തം പോക്കറ്റിൽ നിന്നൊന്നും അല്ലല്ലോ. അങ്ങനെ 10-45 കോടി സർക്കാർ ഫണ്ടിൽ നിന്ന് ചിലവാക്കി അങ്ങേരുടെ താമസ സ്ഥലം ഒരു റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മരാമത്ത് പണികൾ നടത്തിയിട്ടുണ്ട്. 45 കോടിക്ക് എത്ര കെട്ടിടങ്ങൾ പണിയാമെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. നിലവിലുള്ള കെട്ടിടം പരിഷ്കരിച്ചതിനാണ് ഈ തുക. ഈ മനുഷ്യനാണ് ഇപ്പം 1000 രൂപ എടുത്തിട്ട് ഭർത്താക്കന്മാർ മോദിയുടെ പേര് പറഞ്ഞാൽ അത്താഴം കൊടുക്കരുതെന്ന് പറയുന്നത്. അത് കുടുംബകലഹം ഉണ്ടാക്കുക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പണി. എന്നിട്ട് ഇത് അഴിമതി വിരുദ്ധൻ എന്നുള്ള ലേബലിൽ അധികാരത്തിൽ വരികയും ഇപ്പോൾ അഴിമതി കാണിച്ചതിന് പിടിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഹാജരാകാതെ ഒളിച്ചു നടക്കുകയുമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പറയുന്ന വാക്കൊന്ന്, ചെയ്യുന്ന പ്രവൃത്തി മറ്റൊന്ന്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ തനി നിറം. എന്നാലും ഈ ഉപദേശം ഒരു കടുത്ത ഉപദേശമായിപ്പോയി. ഇത്തരം സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു ഉപദേശവും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏറ്റവും തരം താണ ഒരു മനുഷ്യനായിട്ട് കേജ്രിവാൾ ജനങ്ങളുടെ മുമ്പിൽ സ്വയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇയാളെ തിരിച്ചറിയുക, ബഹിഷ്കരിക്കുക, ചൂല് വെച്ച് തൂത്തെറിയുക. നന്ദി, നമസ്കാരം.